ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം സദൃശവാക്യങ്ങൾ 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയാകും. ആരാണ് ദുഷ്ടൻ? ബൈബിളിൽ ദുഷ്ടൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഒന്നാമത്, ദുഷ്ടൻ എന്ന് പറയുന്നത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് പിശാചിനെ കുറിച്ച് അല്ലെങ്കിൽ സാത്താനെ കുറിച്ചാണ്. അതായത് ദൈവത്തിന്റെ നീതിക്കും വിശുദ്ധിക്കും എതിരെ, ദൈവത്തിന്റെ നിലവാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആ പഴയ പാമ്പായ പിശാചിനെയാണ് ദുഷ്ടൻ എന്ന് പറയുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുമ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളോട് പറഞ്ഞത്. അതായത് നമ്മൾ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ സാത്താന്റെ കൈകളിൽ നിന്ന് നാം രക്ഷപ്പെടണം എന്ന് നമ്മളോട് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. പിശാച് എപ്പോഴും നമ്മളെ പാപം ചെയ്യുവാനായിട്ട് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്. അവൻ അതിലുള്ള സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാനായിട്ടുള്ള എല്ലാ വഴികളും അവൻ നമ്മുടെ മുൻപിൽ അവൻ ഒരുക്കി തന്നുകൊണ്ടിരിക്കും. നമ്മളെ ഹേമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മളെ പാപം ചെയ്യാനായിട്ട് അവൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ഈ ലോകം കിടക്കുന്നത് പിശാചിന്റെ അധീനതയിലാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയുണ്ടായില്ല, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കി വെച്ചിരിക്കുന്നു. ദൈവിക കാര്യങ്ങൾ അറിയാതെ, ദൈവത്തെ മനസ്സിലാകാതെ മനുഷ്യന്റെ ഹൃദയം ഇരുളടഞ്ഞിരിക്കുക. അപ്പൊ ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അങ്ങനെ ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്ത് നിന്നാണ് ദൈവം തന്റെ കൃപയാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ വീണ്ടെടുപ്പ് മുഖാന്തരം നമുക്ക് വീണ്ടെടുപ്പ് നൽകുകയും പിശാചിന്റെ കയ്യിൽ നിന്ന്, ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നീതിമാരായി തീർന്ന നമുക്കെതിരെ ദുഷ്ടൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ പിശാചിനെ മാത്രമല്ല, പിശാച് ഉപയോഗിക്കുന്ന മനുഷ്യരും ദുഷ്ടന്മാരാണ്. അവര് മനുഷ്യനെ ഉപയോഗിച്ചിട്ടാണ് അനേക ദുഷ്പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദൈവത്തിന്റെ ഇഷ്ടത്തിനും ദൈവത്തിന്റെ വിശുദ്ധിക്കും ദൈവത്തിന്റെ മഹത്വത്തിനും വിരോധമായിട്ട് ദുഷ്ടത പ്രവർത്തിക്കുന്നവനാണ് പിശാച്. അതുപോലെ തന്നെയാണ് ആ പിശാചിനെ അനുകരിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ നിയന്ത്രണത്തിൽ കീഴിൽ ജീവിക്കുന്ന മനുഷ്യരും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവര് അഹങ്കാരത്തോടെ എളിയവരെ പീഡിപ്പിക്കുന്ന സങ്കീർത്തനങ്ങളും സദൃശവാക്യങ്ങളൊക്കെ നമുക്ക് നിറയെ കാണാനായിട്ട് സാധിക്കും. അവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവം ഇല്ല എന്ന് അവർ മനസ്സിൽ നിരൂപിക്കുക. അതുപോലെ തന്നെ അവർ വ്യാജവും സാഹസവും അവരെ മൂടിയിരിക്കുക. നുണ പറയാനൊന്നും ഒരു മടിയുമില്ല. എന്ത് നീച കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വലിയ നുണയും അവർ പറയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ദാവീദ് 37-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ അതിന്റെ പ്രാരംഭവാക്യങ്ങളിൽ പറയുന്നത്, നീ ദുഷ്ടന്മാരുടെ നിമിത്തം നമ്മൾ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരുടെ അസൂയപ്പെടരുത്. കാരണം അവര് പച്ചച്ചെടി പോലെ അവര് വാടിപ്പോകും, അവര് പുല്ല് പോലെ ഉണങ്ങിപ്പോകും. അല്പകാലത്തേക്കേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ദുഷ്ടനങ്ങ് പന പോലെ വളരാൻ. ദുഷ്ടനൊന്നും പന പോലെ വളരാൻ പോകുന്നില്ല. നീതിമാൻ മാത്രമാണ് പന പോലെ വളരുന്നത്. ദുഷ്ടൻ അത് മറിഞ്ഞു വീണ് ഇല്ലാതെയാകും. നമ്മൾ കേട്ട വാക്യം അതാണ്, ദുഷ്ടൻ മറിഞ്ഞു വീണല്ല. ബൈബിളിൽ നമുക്ക് അനേക തെളിവുകൾ കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ദൈവത്തിന്റെ നീതിക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടി നീതിയോടെ സംസാരിച്ച ഒരു മനുഷ്യനായിരുന്നു മൊർദെഖായി. ആ മൊർദെഖായിയെ കൊല്ലുവാനായിട്ട് അഹങ്കാരിയും കോപിഷ്ഠനുമായ ഒരു ഹാമാൻ എന്ന് പറയുന്നവൻ തീരുമാനമെടുക്കുകയും യഹൂദ വംശത്തെ ഉന്മൂലനാശം ചെയ്യുവാനും അതിന്റെ ആ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യനെ, അവനെ കഴുമരത്തിൽ തൂക്കി കൊല്ലുവാനും ഒറ്റ രാത്രി കൊണ്ട് 75 അടി ഉയരമുള്ള 50 മുഴ നീളമുള്ള ഒരു കഴുമരം അവൻ ഉണ്ടാക്കുവാൻ ആജ്ഞ കൊടുത്തു. അവൻ രാജാവിന്റെ രണ്ടാമനായിരുന്നുകൊണ്ട് ആജ്ഞയ്ക്ക് വേഗം നിവൃത്തിയുണ്ടായി. ആ രാത്രിയിൽ തന്നെ വലിയ മരം കൊണ്ടുവന്ന് 50 മുഴമുള്ള, അതായത് 75 അടി ഉയരമുള്ള ഒരു കഴുമരം ഹാമാനെതിരെ ഉണ്ടാക്കി. പിറ്റേന്നാൾ അനുവാദം വാങ്ങി ഹാമാനെ തൂക്കിക്കളയാനുള്ള കാര്യങ്ങൾ അവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 50 മുഴം എന്ന് പറയുമ്പോൾ 75 അടി, 75 അടി എന്ന് പറയുമ്പോൾ 20 അടിയാണ് ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ്. അപ്പൊ അതിന്റെ ഉയരം എത്രയുണ്ടെന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ അവനെ തൂക്കണം. എല്ലാ മനുഷ്യരും അവനെ മൊർദെഖായി തൂങ്ങിക്കിടക്കുന്ന കാണണമെന്ന് ദുഷ്ടനായ ഹാമാൻ നിരൂപിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അവിടെ കയ്യും കെട്ടി നോക്കിയൊന്നുമില്ല. ആ രാത്രിയിൽ തന്നെ ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചു. പിറ്റേന്ന് രാവിലെ ഏതൊരു കഴുമരത്തിൽ മൊർദെഖായിയെ തൂക്കണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചോ അതേ കഴുമരത്തിൽ ഹാമാൻ തൂങ്ങപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദുഷ്ടൻ മറിഞ്ഞു വീണ് ഇല്ലാതെയാകുവാൻ തക്കവണ്ണം ദൈവം തന്നെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദിമ സഭയുടെ ആരംഭത്തിൽ
വസ്തുക്കൾ വിറ്റുകൊണ്ട് ആളുകൾ അപ്പോസ്തലന്മാരുടെ അടുക്കൽ അതിന്റെ പണം കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. സഭ എല്ലാം ഒരുപോലെ നടന്നുകൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പോൾ അനന്യാസും സഫീറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അവരും തങ്ങളുടെ വസ്തു വിറ്റു അപ്പോസ്തലന്മാരുടെ അടുക്കൽ മുഴുവൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന രീതിയിൽ അഭിനയിച്ച് അവിടെ കൊണ്ടുവന്ന് ചെയ്തു. കുറെ അവർ മാറ്റിവെച്ചു. അവർക്ക് മാറ്റിവെച്ചാലും അത് കുഴപ്പമൊന്നുമില്ല, മുഴുവൻ കൊടുക്കണമെന്ന് അവിടെ നിർബന്ധമൊന്നുമില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ആദിമസഭയിൽ ഒരു പുളിപ്പുണ്ടാക്കുവാൻ തക്ക ഒരു കപടം കാണിച്ച് അഭിനയിച്ച് പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിൽക്കുന്ന പത്രോസിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവർ പറഞ്ഞു, ഞങ്ങളുടെ വസ്തു വിറ്റ പണം ഇതാണെന്ന് പറഞ്ഞു. രണ്ടുപേരും ഒത്തിട്ടാണ് പറഞ്ഞത്. അവർ കുറെ മാറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണ്. പത്രോസ് ചോദിച്ചു, ഇത്രയ്ക്കാണോ നിങ്ങൾ നിലം വിറ്റത്? അത് ഇത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവിടെ ആ ദുഷ്ടത നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ, കപടം നിറഞ്ഞ അനന്യാസ് കീഴെ വീണ് പ്രാണനെ വിട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് കഴിഞ്ഞ് അവനെ അടക്കെല്ലാം കഴിഞ്ഞ് വീണ്ടും വന്ന് ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയ്ക്ക് തന്നെയാണ് നിലം വിറ്റത്? അതെ, ഇത്രയ്ക്ക് തന്നെയാണ് നിലം വിറ്റതെന്ന് അവളും പറഞ്ഞു. അവിടെ അവളും കീഴെ വീണ് മരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പിശാച് ഉപയോഗിക്കുന്ന ദുഷ്ടരായിട്ടുള്ള മനുഷ്യരുടെ അവസാനം എന്ന് പറയുന്നത് മറിഞ്ഞു വീണില്ലാതെയായി പോകും. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തികളിൽ 12-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഹെരോദ രാജാവ് ഒരു സന്ധ്യ സംഭാഷണത്തിന് വേണ്ടി കാരണം അവൻ ഭക്ഷണം കൊടുക്കുന്ന നിമിത്തം അതിന്റെ എതിർവിഭാഗത്തിലുള്ള ആൾക്കാർ ഒരു സന്ധ്യ സംഭാഷണത്തിന്, സമാധാനത്തിനായിട്ട് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ സന്ധ്യ സംഭാഷണത്തിന് ഒരു തീയതി കുറിച്ചു. ആ തീയതി പ്രകാരം ഇവൻ വന്നിരിക്കുകയാണ്. ഇവൻ രാജവസ്ത്രമൊക്കെ ധരിച്ചിരുന്നിട്ട് ഒരു ദേവൻ സംസാരിക്കുന്നത് പോലെയൊക്കെ അങ്ങ് അഭിനയിച്ച് സംസാരിക്കാനൊക്കെ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് കിട്ടേണ്ട മഹത്വം അവൻ ദൈവത്തിന് കൊടുക്കാതെ അവനൊരു ദൈവമാണെന്ന്, ദേവനാണെന്ന് നിരൂപിച്ച് അവൻ സംസാരിച്ചപ്പോൾ ദൈവം അവനെ അടിച്ച് അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഏതോ ഒരു വൈറസ് വന്നു, അപ്പൊ തന്നെ അവൻ താഴെ വീണ് മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് വന്ന ഫറവോനും സൈന്യവും 400 വർഷത്തോളം പീഡിപ്പിച്ചതാണ്. എന്തുമാത്രം അവരെ കഷ്ടപ്പെടുത്തിയതാണ്. ഒടുവിൽ അവരെ വിട്ടയക്കാൻ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്ത് അവരെ കൊണ്ടുവന്ന അനവധി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് വിവിധ വീരപ്രവർത്തികളാൽ അവർ വിടുവിച്ചു കൊണ്ടുവരിക. ഒരു ന്യായവിധി നടത്തിയിട്ട് കൊണ്ടുവരുന്നത്. കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളഞ്ഞു. അവിടെ മിസ്രൈമിലെ ആദിജാതന്മാരെല്ലാം കൊന്നുകളഞ്ഞു. എന്നിട്ടും അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്ന ഇസ്രായേൽ ജനത്തിന് പിന്നാലെ അവർ വന്നു. ആ വരവ് അവസാനത്തെ വരവായിരുന്നു. ആ ഫറവോനും അവന്റെ സൈന്യം എല്ലാം ചെങ്കടലിൽ വീണ് അത് അവിടെ മരിക്കുവാൻ തക്കൊണ്ട് ഇടയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദുഷ്ടൻ മറിഞ്ഞു വീണില്ലാതെയാകും. നീ ഇന്ന് ഒരു ദൈവത്തിന്റെ മകനായിട്ടോ മകളായിട്ടോ നിലകൊള്ളുമ്പോൾ നിനക്ക് വിരോധമായി അഹങ്കാരത്തോടും അസൂയയോടും കപടത്തോടും സൂത്രത്തോടും തന്ത്രത്തോടും നിന്നെ സമീപിക്കുകയും നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ബില്ലിസോന്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് നിനക്ക് വിരോധമായി ക്രിയ ചെയ്യുന്ന മന്ത്രവാദികളും പൂജാരികളും അതിനുപയോഗിക്കപ്പെടുന്ന മനുഷ്യരും എല്ലാം മറിഞ്ഞു വീണ് ഇല്ലാതെയാവും. അവിടെ തലമുറകളെല്ലാം നശിച്ചു പോകും. ഇത് തിരുവഴുത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശമാണ്. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല. നാം ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, ദൈവത്തിന്റെ നാമത്തെ തന്നെ മുറുകെ പിടിക്കുക. നാം നോക്കുമ്പോൾ അവരിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് പോലെയൊക്കെ തോന്നിയേക്കാം, എന്നാൽ അത് അല്പം നിമിഷം നേരത്തേക്കുള്ളൂ. പെട്ടെന്ന് തന്നെ അത് കീഴെ വീണ് അഴിഞ്ഞു പോകും. നമ്മൾ നോക്കുമ്പോൾ നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, കാണുകയില്ല എന്നാണ് തിരുവഴുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം, ദൈവത്തിൽ തന്നെ ആശ്രയിക്കാം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ദുഷ്ടൻ മറിഞ്ഞു വീണില്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. അതുകൊണ്ട് കർത്താവെ, ദുഷ്ടമനുഷ്യരെ ഭയപ്പെടാതെ അവരുടെ അസൂയയും നീതികേടും കണ്ട് ഞങ്ങൾ കർത്താവെ പ്രയാസപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപ ഞങ്ങളെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ദുഷ്ടനെ നീ സൂക്ഷിച്ചു നോക്കും, അവന്റെ ഇടം നീ സൂക്ഷിച്ചു നോക്കും, കാണുകയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണില്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കുന്നുള്ള വചനത്തിനായിട്ട് സ്തോത്രം. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം. കർത്താവ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവരിലും ദൈവകൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുത്താട്ടെ. എല്ലാ അടിയങ്ങൾക്കും വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.